വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ്, ജില്ലാ ആശുപത്രിക്ക് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് ദുരന്തത്തിനു പിന്നാലെ മുല്ലപ്പെരിയാർ ഡാമിനെ ചൊല്ലി അനാവശ്യ ആശങ്ക പരത്തരുതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പാട്ടക്കരാറിന്റെ സാധ്യത പുനഃപരിശോധിക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ചതോടെ മുല്ലപ്പെരിയാർ കേസ് കേരളത്തിന് ഏറ്റവും അനുകൂലമായ സാഹചര്യത്തിലാണെന്ന് മന്ത്രി അറിയിച്ചു. ഡാമിലെ നിലവിലെ സാഹചര്യം വിലയിരുത്താനായി സർക്കാർ യോഗം വിളിച്ചു. പതിറ്റാണ്ടുകളായി കേരളത്തിന്റെ പേടിസ്വപ്നമാണ് 130 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം. വയനാട്ടിലെ വൻ ദുരന്തം കണ്ട മലയാളി മുല്ലപ്പെരിയാറിന്റെ ബലക്ഷയത്തെക്കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമായ പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാക്കി. ഒരിക്കലും ഇത്തരം ആശങ്കകൾ പരത്തരുതെന്ന് മന്ത്രി റോഷി അഗസ്റ്റി പറഞ്ഞു. ഡാമിന്റെ താഴ്വാരത്തുള്ളവരുടെ ആശങ്ക പരിഗണിച്ചാണ് നിലവിലെ സാഹചര്യവും ജലനിരപ്പ് ഉയരുമ്പോഴുള്ള മുന്നൊരുക്കവും ചർച്ച ചെയ്യാൻ 12-ന് ഇടുക്കി കളക്ട്രേറ്റിൽ യോഗം വിളിച്ചിരിക്കുന്നത്. ആശങ്ക ശക്തമാകുമ്പോഴും വൈകാരിക പ്രതികരണങ്ങൾക്കപ്പുറം സുപ്രീംകോടതിയിലെ കേസാണ് നിർണായകം. 1886 തിരുവിതാംകൂർ രാജാവും ബ്രിട്ടീഷ് സെക്രട്ടറി ഫോർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യയും തമ്മിലാണ് കരാറിന്റെ തുടക്കം. ഈ രണ്ടു കക്ഷികളും ഇന്നില്ലാത്ത സാഹചര്യത്തിൽ കരാറിന്റെ സാധുത പുനഃപരിശോധിക്കണമെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. കേരളത്തിന്റെ പ്രതീക്ഷ അവിടെയാണ്. സെപ്റ്റംബർ 30-ന് ഹർജി പരിഗണിക്കും മുമ്പ് കരാറിനെതിരായ പരമാവധി തെളിവുകൾ ഹാജരാക്കുകയാണ് കേരളം ചെയ്യേണ്ടത്. തമിഴ്നാടിന് ജലം, കേരളത്തിന് സുരക്ഷ, ഈ രണ്ട് ആവശ്യം ഉയർത്തി. തമിഴ്നാടിനെ പിണക്കാതെയുള്ള പരിഹാരവുമാണ് മലയാളി മനസ്സിലെ അണുബോംബ് അണയ്ക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.